നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന വിനായകനിട്ട് നല്ല 8ന്റെ പണി തന്നെ മാഷ് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാലം വിനായകൻ എല്ലാവരുടെയും മുന്നിൽ കള്ളത്തരം കാണിച്ചു നടന്നു. ഒടുവില് മാഷ് കൈയോടെ പിടികൂടുന്നുണ്ട്, നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. വേദയും വിക്രവും കൂടെ ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാ ആ കാര്യങ്ങളൊക്കെ അറിയണേ. കമലയുടെ വള മോഷണം പോയിരിക്കുന്നു, വള കാണുന്നില്ലെന്ന്. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ ചോദിച്ചു, അല്ലമ്മേ അലമാരിക്കകത്ത് അമ്മ നോക്കിയോന്ന് ചോദിക്കുക. അലമാരിക്കകത്തൊക്കെ നോക്കി മോളെ, അവിടെ എങ്ങും കണ്ടില്ല. എവിടെ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ ചെപ്പിനുള്ളിൽ കൊണ്ടേ വെച്ചാ, അതെനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് ശ്രീജ പറഞ്ഞു, അല്ല ആരും എടുക്കാതെ അത് പോയില്ലല്ലോ വേദേ, ആരെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കും. ഈ വീട്ടിലല്ലാതെ പുറത്തുനിന്ന് ആരും വന്നിട്ടില്ല. വേദ പറഞ്ഞു, അത് ശരിയാണല്ലോ, പുറത്തുനിന്ന് ആരും ഈ വീട്ടിനുള്ളിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ വീട്ടിലുള്ള ആള് തന്നെ ആയിരിക്കും എടുത്തിരിക്കുന്നത്. വേദയ്ക്ക് മനസ്സിലായി ശ്രീജയും വിശ്വൊന്നും അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. വിശ്വണ്ണ അങ്ങനെ എത്ര പൈസ ഇല്ലെന്ന് പറഞ്ഞാലും ആരുടെ 1 രൂപ പോലും മോഷ്ടിക്കുന്ന ആളല്ല. അതുപോലെ തന്നെ ശ്രീജയെടുത്തി, പിന്നെ താനും വിക്രം ഉള്ളത്. വിക്രം അതുപോലെ തന്നെയാ. വിക്രം ആരുടെ അങ്ങനെ മോഷ്ടിച്ചെടുക്കത്തൊന്നും ഇല്ല. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദിനി വന്നിട്ട് പറഞ്ഞു, ആഹാ ഇതെന്താ വേദേ, നിന്റെ കയ്യിൽ കവറൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അതെനിക്ക് വിക്രം വാങ്ങി തന്ന. 2 പേരുടെയും കയ്യിലുണ്ടല്ലോ. ഓ, വിക്രത്തിന് ഇതൊക്കെ വാങ്ങാനായിട്ട് എവിടുന്ന പണം എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, വിക്രത്തിന് എവിടുന്ന പണം? വിക്രം ജോലിക്ക് പോകുന്നുണ്ടല്ലോ. എന്ത് ജോലിക്ക്? അമ്മയുടെ വള കാണാതെ പോയിട്ടുണ്ട്. മിക്കവാറും വള മോഷണം പോയ വഴി മിക്കവാറും വിക്രമായിരിക്കും എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് നല്ല ദേഷ്യം വന്നു. അല്ല പൈസ വേണ്ട കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്, അതുകൊണ്ട് വള ചിലപ്പോൾ കൊണ്ട് പണയം വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരിക്കും. മുമ്പേ ഇതുപോലെ അനുഭവമൊക്കെ ഉണ്ടല്ലോ, വേദയുടെ വള എടുത്തുകൊണ്ട് പോയതല്ലേ. അപ്പോഴേക്കും വേദയ്ക്ക് നല്ല ദേഷ്യം വന്നു. വേദ പറഞ്ഞു, ഇത് നന്ദിനിയെടുത്തി വെറുതെ അനാവശ്യ വാക്കുകളൊന്നും പ്രയോഗിക്കേണ്ട കാര്യമില്ല. അതും വിക്രം മലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുന്ന സമയമാണ്. വെറുതെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു തെറ്റ് വിക്രം ചെയ്യില്ല. പിന്നെ അന്ന് വിക്രം എൻ്റെ വള എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ജീനയുടെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടായിരുന്നു. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്താ. അത് വിക്രം തിരിച്ചെടുത്തോണ്ട് തരുകയും ചെയ്തായിരുന്നു എനിക്ക്. ഇനിയിപ്പം ശ്രീജടുത്തി നന്ദിനിയടുത്തി അത് പറഞ്ഞ് അങ്ങോട്ട് കയറണ്ടെന്ന് പറയണം. നന്ദിനി പറഞ്ഞു, ഞാൻ പറഞ്ഞെന്നുള്ളൂ, അങ്ങനെയൊക്കെ ചെയ്തല്ലേ വിക്രം, സംശയിക്കേണ്ടിയിരിക്കുമെന്ന് പറയണം. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, നന്ദിനി നീ എൻ്റെ കൊച്ചുമോനെ തെറ്റിദ്ധരിക്കുമൊന്നും വേണ്ട. അവനൊരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. അവൻ്റെ അമ്മയുടെ വള കൊണ്ട് പണയം വെക്കാനുള്ള ഗതികേടും കാര്യങ്ങളൊന്നും അവനില്ല. അല്ലെങ്കിലും അവൻ അത്ര ഒരു കണ്ണെന്തിരിയോ പണി കാണിക്കില്ലെന്ന് പറഞ്ഞു. ആ സമയം കമല പറഞ്ഞു, ഇനിയിപ്പം പോയത് പോട്ടെ, ചിലപ്പോൾ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടാണോന്ന് അറിയത്തില്ലോ എന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, അങ്ങനെ അങ്ങ് നഷ്ടപ്പെടാൻ വഴിയില്ലല്ലോ അമ്മയെന്ന് പറയണം. അല്ല എന്താണെങ്കിലും ആ വള ആരാ എടുത്തോണ്ട് പോയത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടതാണോന്ന് നമുക്ക് കണ്ടെത്തണം. ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. പിന്നീടാണ് ശ്രീജ കാര്യങ്ങളൊക്കെ പറയുന്നത്. വിശ്വേട്ടന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മ വള കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാന്ന് പറയണം. ഓ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ നന്ദിനിയടുത്തി അല്ലെങ്കിൽ വിനായകൻ, ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും. ഇതിനു മുമ്പ് വേദയുടെ വീട്ടിൽ വെച്ച് സംഭവിച്ചതൊക്കെ വേദയ്ക്ക് നന്നായിട്ടറിയാം. നന്ദിനിയടുത്തിയാണ് കൊണ്ട് സ്വർണ്ണമെല്ലാം കൊണ്ട് ഭാഗ്യനകത്ത് ഒളിപ്പിച്ചു വെച്ച് ശ്രീജടുത്തിയുടെ. നന്ദിനിയടുത്തി അതല്ല അതിലപ്പുറവും ചെയ്യും. അങ്ങനെയാണ് ഇതെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചു. വെറുതെ വിടാൻ പറ്റുന്ന കാര്യമാണോ വേദയ്ക്ക്? നിസാര കാര്യമല്ലല്ലോ. പിന്നീട് വേദ കമലയെ ചെന്ന് ആശ്വസിപ്പിച്ചു, അമ്മ വിഷമിക്കൊന്നും വേണ്ട, വളെ ആര് മോഷ്ടിച്ചുകൊണ്ട് പോയാലും നമ്മളത് കണ്ടെത്തുമെന്ന് പറയണം. ആ സമയത്ത് വിനായകന്റെ മുഖത്തൊരു പതർച്ചയും കാര്യങ്ങളൊക്കെ വേദ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ കള്ളത്തരം ചെയ്തിട്ട് നിൽക്കുന്ന വലിയ ഭാവം. നന്ദിനിയടുത്തിയുടെ മുഖത്ത് അത് കാണാനുമില്ല. നന്ദിനിയടുത്ത് നല്ല ധൈര്യത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നന്ദിനിയടുത്തി അല്ല, നന്ദിനിയടുത്തി ആണെങ്കിൽ ഒരു പതർച്ചയൊക്കെ കാണണ്ട, ഒരു കള്ളത്തരം മുഖത്ത് ഫെയിൽ ചെയ്യേണ്ടതാ. അങ്ങനെയൊന്നും ഫെയിൽ ചെയ്തിട്ടില്ല. അപ്പം അതിനർത്ഥം വിനായകനാണോ? കാണിച്ചു കൊടുക്കുക, ഒന്നും ചോദ്യം ചെയ്ത് കളയാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ വേദ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് മുറി എല്ലാവരും ഒന്ന് പരിശോധിക്കാമെന്ന് പറയണം. ആ സമയം വിനായകൻ പറഞ്ഞു, അല്ല ഞങ്ങളുടെ മുറിയിലൊക്കെ പോയി വേണം നോക്കിക്കോ, ഇനി അവിടെ എന്തെങ്കിലും ഇരിപ്പുണ്ടോ നോക്കിക്കോ. നന്ദിനി നേരത്തെ പറഞ്ഞ മുറിയൊക്കെ പരിശോധിച്ചോളാൻ. നന്ദിനി പറഞ്ഞു, അതെ മുറിയൊക്കെ പരിശോധിച്ചോളാം. ഞാൻ പറഞ്ഞ നന്ദിനി ഒന്ന് പോയി നോക്കിയായിരുന്നു അവിടെ എങ്ങനെ വിനായകനെ എടുത്ത് വെച്ചിട്ടുണ്ടോന്ന്. അപ്പം കാണാതെ വന്ന് ഇപ്പം നന്ദിനിക്ക് സന്തോഷവും സമാധാനമായി. തൻ്റെ ഭർത്താവല്ല എടുത്ത് വെച്ചെന്നൊരു ചിന്ത. പിന്നീട് വേദ അങ്ങോട്ട് പോയി. ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ വിനായകനെ അങ്ങോട്ട് വിളിക്കുകയാണ്. വിനായകൻ അങ്ങോട്ട് ചെന്നു, എന്താ വേദ, സത്യം പറ വിനായകേട്ടാ, ആ വള പോയത് എങ്ങനെയാന്ന് വിനായകനും നന്ദിനി അടുത്തേക്ക് നന്നായിട്ടറിയാം. എങ്ങനെ? എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് പറയാം. സത്യം പറയുന്നത് തന്നെ നല്ലത്, അല്ലെങ്കിലുണ്ടല്ലോ
ഉറപ്പായിട്ടും ഞാൻ മറ്റേ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയണേ. ഏത് കാര്യമെന്നോ? അച്ഛനെ ബാഗിനകത്ത് മയക്കുമരുന്ന് വെച്ച കാര്യം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനായകനൊന്ന് ഞെട്ടി. ഞാൻ സത്യം പറഞ്ഞു. ആ വള എവിടെയാ? ആ വള എടുത്ത് കൊടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കളി മാറും. വിനായകന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. വിനായകന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. അത് കണ്ടുപിടിച്ചിട്ടുണ്ടേ അറിയാലോ. പിന്നെ എന്താ സംഭവിക്കുന്നത്? അതിനേക്കാളും ഭേദം കുറ്റം ഏറ്റു പറഞ്ഞ് ആ സാധനം അങ്ങ് തിരിച്ചു കൊടുക്കുന്നതാന്ന് പറഞ്ഞു. ഇത് കേട്ട് വിനായകൻ പറഞ്ഞു, ഞാൻ അല്ല, എന്തിനാ വിനായകൻ അത് എടുത്തേ? അതിന്റെ ആവശ്യം എന്തായിരുന്നു? പൈസയ്ക്ക് ആവശ്യപ്പെട്ട് ചെയ്തല്ലെന്ന് എനിക്ക് മനസ്സിലായി. വേറെന്തോ ഒരു കാര്യമുണ്ട്. എന്താണെങ്കിലും ശരി, അത് തിരിച്ചു കൊടുത്തോളാൻ പറയണം. ഒടുവിൽ വിനായകൻ പിടിക്കപ്പെട്ടെന്ന് വിനായകന് മനസ്സിലായി. ഇനിയിപ്പോൾ അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വേദ തൻ്റെ മുമ്പത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇതിനേക്കാളും വലിയ ഡേഞ്ചറാണ് അത്. ഒടുവിൽ വിനായകൻ എന്ത് ചെയ്തു? വളയൊക്കെ എടുത്തുകൊണ്ട് നേരെ മാഷിനെ കമലിൻ്റെ അടുത്തേക്ക് എല്ലുവാണ്. അപ്പോഴേക്കും നന്ദിനി അവരെല്ലാവരും കൂടെ വന്നു. പിന്നീട് മാഷിൻ്റെ കയ്യിലേക്ക് വള നീട്ടുവാണ്. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ അതെന്ന് എടുത്തതെന്ന് പറയണം. പറഞ്ഞു തീരുവല്ല. മാഷ് ഒറ്റ അടിയായിരുന്നു അവൻ്റെ കർണം തീർത്ത്. വിനായകൻ്റെ ഹെടാ, നീ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നില്ലേ? ഇപ്പോഴാണ് എനിക്കിതൊക്കെ മനസ്സിലായത്. ഇനി ഇതിൻ്റെയും കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നു, അതും ഒരു സ്കൂൾ മാഷായ എൻ്റെ മകന്. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? ഇപ്പൊ പൂർത്തിയായെന്ന് പറയണം. നന്ദിനി ഞെട്ടിത്തെറിച്ച് നിൽക്കുക. വിനായകൻ ഇത് എവിടെ നീ വള കൊണ്ടുവന്നു? വീണ്ടും അടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും കമല പറഞ്ഞു, വേണ്ട മാഷെ, അടിക്കണ്ട. അപ്പോഴേക്കും മാഷ് പറഞ്ഞു, അടിക്കുമല്ല, ഇവനെ തല്ലി കൊല്ലുക ചെയ്യണ്ടേ. അച്ഛൻ പറഞ്ഞു, വെറുതെ വിടല്, നീ എന്തിനാടാ ഇത് ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് വിനായകൻ പറഞ്ഞു, അത് പിന്നെ വിശ്വേട്ടന് വേണ്ടിയിട്ട് പണം കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പം നന്ദിനി എന്നെ കളിയാക്കുകയും ചെയ്തു. ഞാൻ നിങ്ങളുടെ ഒന്നും മോനല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് ദേഷ്യമായി. കാരണം എനിക്ക് വേണ്ടിയിട്ട് ഇതുവരെയായിട്ട് നിങ്ങളെങ്ങനെ ചെയ്തു തന്നിട്ടില്ലോ. അപ്പം വിശ്വേട്ടനൊരു ആവശ്യം വന്നു കഴിഞ്ഞപ്പം വിശ്വേട്ടന് വേണ്ടി എടുത്തു കൊടുക്കുന്നു. അപ്പം അതെനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാന്ന് പറയണം. അത് കേട്ടതും മാഷ് വെച്ച്, നാണമുണ്ടോടാ നിനക്ക്? ഇത്രയെങ്കിലും ഉളുപ്പുണ്ടായിരുന്നു, നീ ഇത് ചെയ്യുമായിരുന്നോ? ഈ പറയുന്ന നിന്റെ ഭാര്യ നന്ദിനി ശ്രീജയൻ വിശ്വത്തെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവരെടുത്ത് കാണുമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് വരെ അതുപോലത്തെ ഒരു പരിപാടി ചെയ്തിട്ടില്ല. അവരൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ ലോൺ എടുത്താൽ തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ അവർ തുടങ്ങിയ ബിസിനസ്സായിട്ട് പോലും ഇവിടെ അറിയിക്കുന്നുണ്ട്. കുടുംബത്തിലേക്ക് അവരതിൻ്റെ വരുമാനം കൊടുക്കുന്നുണ്ട്. പക്ഷെ നീ ഇത്രയും നാളായി എല്ലാ മാസവും നക്കാപ്പിച്ച തരുന്നല്ലാതെ എന്തെങ്കിലും കണക്കുള്ള കാര്യങ്ങൾ നിന്റെ ഇവിടെ ബോധ്യപ്പെടുത്താറുണ്ടോ? നീ നിന്റെ ഭാര്യയും കൂടെ ചിട്ടിയായിരുന്നു. അത് മാത്രമല്ല, നിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്നുള്ള കാര്യം എനിക്കും കമലിക്കും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഞങ്ങൾ പൈസയ്ക്ക് ആവശ്യം വന്നാലും നിന്നോട് ചോദിക്കാനോ പറയാനോ ഒന്നും വരാറില്ല. നിന്റെ പൈസ നിനക്ക് ഇഷ്ടമുള്ള ചെയ്യാം. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് അമ്മയുടെ വളയെടുത്ത് വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അടിക്കാൻ വരുമ്പോഴത്തേനും നന്ദിനി പറഞ്ഞു, അയ്യോ അച്ഛാ തല്ലലെന്നൊക്കെ പറയണം, നിനക്കിട്ടും തരണം, നീയും കൂടെ കാരണം ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാഷ് ദേഷ്യപ്പെടുകയാണ്. അച്ഛൻ പറഞ്ഞു, ചിലരെങ്ങനെയാ സുധാകര, എത്ര കിട്ടിയെന്ന് പറഞ്ഞാലും മതിയാവത്തില്ല. കണ്ടില്ലേ ഇവന്റെ അസൂയൊക്കെ? ആ സമയം ശ്രീജ പറഞ്ഞു, എന്നാലും വിനായക, ഇത്രയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. വിശ്വം പറഞ്ഞു, നിനക്ക് എങ്ങനെ തോന്നിയിടാ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറിയിരിക്കുന്നത്? അല്ലല്ലോ. അത് പിന്നെ വിശേട്ട, എന്നോട് ക്ഷമിക്കുക, വേണ്ട, കൂടുതലൊന്നും പറയണ്ട നീ. എന്നിട്ട് ഞങ്ങളുടെ തലയിൽ കുറ്റം കെട്ടിവെക്കാൻ ശ്രമിച്ചല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വിനായകന്. എല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയും ചെയ്തു. വിനായകൻ്റെ അടുത്ത് എന്നിട്ട് നന്ദിനി പറഞ്ഞു, നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ഈ പരിപാടി കാണിച്ചോണ്ട് എല്ലാവരുടെയും മുന്നിൽ ഇപ്പം നാണം കിട്ടും ഞാനല്ലേ? നീ ഒരക്ഷം മിണ്ടല്ല, നീ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. മിണ്ടാതിരുന്നോണെന്നൊക്കെ പറഞ്ഞ് വിനായകൻ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദയോട് വിക്രം ചോദിച്ചു, സത്യം പറ, വിനായകനാണ് അത് മോഷ്ടിച്ചതെന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അതൊക്കെ ഒരു സൈക്കോളജിക്കൽ മൂവാ. അതങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് പറയാം. വേണ്ട, നീ എന്തോ കാര്യം വിനായകനോട് പറഞ്ഞിട്ടുണ്ട്, അതെന്തേലും ആയിക്കോട്ടെ. അല്ല, നമുക്ക് വരുണിനെ ഒന്ന് കാണണ്ടെന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, അവനെ എനിക്കൊന്ന് കാണണം, എനിക്ക് തനിച്ച് കണ്ട് സംസാരിക്കണമെന്ന് പറയാം. അതെ, കാണാൻ പോകുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, വരുണിനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് അവനുമായിട്ട് വെറുതെ വഴക്കുണ്ടാക്കല്ലേ. ഇന്നാളത്തെ പോലെ അടിയും പടയൊക്കെ ഉണ്ടാക്കി വീണ്ടും കേസൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറിയാലോ, മലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മൾ അങ്ങനെയും ചെയ്തുകൂടാന്ന് പറയണം. ഒടുവിൽ വിക്രം പറഞ്ഞു, ശരി, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, ഞാൻ അവനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കത്ത് മാത്രമേ ഉള്ളൂ. അവൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയണം. അവന് അവളെ ചതിക്കാനാണോ അതൊന്നും നമുക്കറിയത്തില്ലോ. അങ്ങനെയാണെങ്കിൽ അതെന്താണെന്ന് കണ്ടുപിടിക്കണം. വാസവൻ്റെ മോനല്ലേ, അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന. ദീപ്തിയെ ചതിച്ചിട്ട് അതുവഴി നമുക്കിട്ട് പണി തരാനാ അവൻ്റെ ഭാവമെങ്കിൽ ഇത് ഞാൻ വെറുതെ വിടത്തില്ല വേദേ. മലയ്ക്ക് പോയിട്ട് ഞാൻ വരുമല്ലോ, അപ്പം ഞാൻ അവൻ്റെ ഇട്ട് പണി കൊടുക്കുമെന്ന് പറയണം. വേദ പറഞ്ഞു, ആദ്യം വരുണുമായിട്ടൊന്ന് പോയി സംസാരിക്കുക, അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാന്നൊക്കെ പറയണം. അങ്ങനെ
വിക്രം വരുണിനെ കാണാൻ പോകാനായിട്ട് ഒരുങ്ങുവാണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട്ട് നിർത്തുന്നു. നന്ദി.